കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മലയാളികളുടെ സന്മനസ്സും നമ്മളെല്ലാവരും അതിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്ന് വരെ ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ പണം സ്വരൂപിച്ചിട്ടുണ്ട്. ഒരു ഉമ്മയുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് എല്ലാവരും ജാതി മത ഭേദമന്യേ മുന്നിട്ടിറങ്ങി 34 കോടി രൂപ സമാഹരിക്കുകയും അതിലൂടെ നമ്മുടെ ഒരു സഹോദരന്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകരും നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും അതുപോലെ അത്തരം കാര്യങ്ങളെപ്പറ്റി ബോധമില്ലാത്ത പലരും ഈ ഒരു സംഭവത്തെ പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാമിലെ നിയമങ്ങളെയും വിമർശിക്കാനും അതിനെ കൊച്ചാക്കാനും അതിനെ പ്രാകൃതവും കാടൻ നിയമവുമായി പരിചയപ്പെടുത്താനുമൊക്കെയാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയയും തങ്ങളുടെ പ്രസംഗങ്ങളുമൊക്കെ പലരും ഉപയോഗപ്പെടുത്തുന്നത്. ഇതൊരു വലിയ ചാൻസായിട്ട് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സൗദി അറേബ്യക്കും ഒക്കെ എതിരിൽ ഇതൊരു വലിയ ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ പറ്റി നമ്മളൊരു ബോധ്യവും അതിനെപ്പറ്റിയൊരു ബോധവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒന്നാമതായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 33-ാമത്തെ വചനത്തിലൂടെ പറയുന്നത് വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ഒരു ആത്മാവിനെയും നിങ്ങൾ ന്യായമായല്ലാതെ വധിക്കരുത്. അത് മനുഷ്യന് മാത്രം ബാധകമായ കാര്യമല്ല, മനുഷ്യനല്ലാത്ത ഏതു ജീവജാലങ്ങളെയും കൊല്ലുക എന്നത് അത് വളരെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ മനുഷ്യനാണെങ്കിലും ജീവികൾ ഏതിനെയും കൊല്ലാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചില കുട്ടികൾ അവരുടെ സൂത്രം നോക്കാൻ വേണ്ടി ഒരു പക്ഷിയെ വെച്ച് അതിനെങ്ങനെ എറിഞ്ഞ് സൂത്രം നോക്കണ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ രൂക്ഷമായി അവരെ കയർക്കുകയും ആ പക്ഷിയെ വിടാൻ പറയുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കൊല്ലാൻ പാടില്ല. ഒരു പക്ഷിയാണെങ്കിലും മൃഗത്തെയാണെങ്കിലും ഒക്കെ അവർ ആ പക്ഷിയും മൃഗവും അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ ഏതാണെങ്കിലും മനുഷ്യന് അപകടം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയുണ്ടാണെങ്കിൽ അവക്ക് കൊല്ലാം, അവയെ കൊല്ലാം. അതല്ലെങ്കിൽ ഭക്ഷിക്കുന്നതിന് വേണ്ടി കൊല്ലാം. അതൊന്നും അല്ലാതെ വേറെ പല താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവികളെപ്പോലും കൊല്ലാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൻ്റെയും ജീവന് അല്ലാഹു പവിത്രമാക്കിയതാണ്. അതിനെ നിങ്ങൾ കൊല്ലരുത്. അതിലേറ്റവും പവിത്രമാക്കപ്പെട്ടതാണ് മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവൻ അതിനെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല. അതെപ്പോഴും പവിത്രമായി നിലനിൽക്കേണ്ടതാണ്. ന്യായമായ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ജീവൻ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളൂ. സൂറത്തുൽ ഇസ്രായിൽ ഈ വചനം അതാണ് പറയുന്നത്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖതല മദ്ലൂമൻ. എന്നിട്ട് പറയാണ് വമൻ ഖതല മദ്ലൂമൻ. ഇനി ആരെങ്കിലും വമൻ ഖുതില മദ്ലൂമൻ, ആരെങ്കിലും ആക്രമിക്കപ്പെട്ടവനായിക്കൊണ്ട് മർദ്ദിതനായി ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താനൻ, അവന്റെ രക്ഷാകർത്താക്കൾക്ക്
അല്ലെങ്കിൽ അവന്റെ അനന്തരാവകാശികൾക്ക് വലിയന് നാം ഒരു അധികാരം നൽകുന്നുണ്ട്, അവർക്കൊരു അധികാരം നാം നൽകുന്നുണ്ട്. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ ഇന്നഹു കാന മൻസൂറ. എന്നാൽ അവിടെ കൊല നടത്തുന്നതിൽ നിങ്ങൾ അതിര് വിട്ടു പോകരുത്, തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാണ്. അപ്പൊ ഇവിടെ മദ്ലൂമായിക്കൊണ്ട്, മദ്ലൂം എന്ന് പറഞ്ഞാൽ മർദ്ദിതനായിക്കൊണ്ട് ന്യായമില്ലാതെ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ അവരുടെ വലിയന്, അവരുടെ രക്ഷാകർത്താക്കൾക്ക് അള്ളാഹു ഒരു അധികാരം നൽകുന്നുണ്ട്. പിന്നീട് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിൽ പറയുകയുണ്ടായി, കൊലപാതകത്തെ ഖുർആൻ പ്രധാനമായും രണ്ട് രീതിയിലുള്ള കൊലപാതകമാണ് പറയുന്നത്. ഒന്ന്, കൽപ്പിച്ചുകൂട്ടി ബോധപൂർവം ഒരാളെ കൊലപ്പെടുത്തുക. അത് വലിയ മഹാപാപമാണ്, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. ന്യായമായൊരു ആവശ്യത്തിനല്ലാതെ മറ്റൊരാളെ കൊല്ലാൻ പാടില്ല. ന്യായമായ ആവശ്യം എന്ന് പറഞ്ഞാൽ കൊന്നവനെ കൊല്ലുക, അത് ന്യായമായൊരു സംഗതിയാണ്. അങ്ങനെ കൊന്നവനെ കൊല്ലുന്ന ഒരു സംവിധാനത്തിലെ ജീവിച്ചിരിക്കുന്നവർക്ക് രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് പ്രതിക്രിയ നടത്തുന്നത് കൊന്നവനെ കൊല്ലുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു അതിക്രമം ചെയ്താൽ അതിന് പകരമായി തിരിച്ചങ്ങോട്ടും ആ രീതിയിൽ അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ നൽകുക എന്നുള്ളത് എന്ന കാര്യത്തിൽ തീർച്ചയായും ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, ബുദ്ധിയുള്ളവരെ, അതാണ് മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ അവസരം നൽകുന്നത്. അപ്പോൾ നമ്മുടെ ലോകത്ത് വധശിക്ഷ ഒഴിവാക്കിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം വധശിക്ഷ ഒഴിവാക്കിയ രാജ്യമല്ല. എന്നാൽ വധശിക്ഷ എന്ന് പറയുന്നത് തന്നെ അതൊരു പ്രാകൃതമാണ്, അത് ശരിയല്ല എന്ന് പറയുന്ന ലോകത്തെ പല രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ കൊലപാതകങ്ങൾ വർദ്ധിക്കുക എന്നല്ലാതെ അതുകൊണ്ട് കൊലപാതകങ്ങൾ കുറയുന്നില്ല. അതായത് ജീവിക്കുന്ന ആളുകൾക്ക് സമാധാനത്തോടുകൂടി സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അവിടെ കൊന്നവനെ കൊല്ലുക, അന്യായമായി ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലുക എന്ന നിയമം അവിടെ പ്രാവർത്തികമായി ഉണ്ടാകണം. അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ കൊന്നവനെ കൊല്ലുക എന്നത്, ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന വധശിക്ഷ എന്ന് പറയുന്നത് ഇസ്ലാമിക ശരീഅത്തിലുള്ള ഒന്നാണ്. ആ ശിക്ഷ ഉള്ളതുകൊണ്ടാണ് ആ നാടുകളിൽ വളരെ സ്വസ്ഥമായി, സ്വന്തമായി, സ്വതന്ത്രമായി ജീവിക്കാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് സാധിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം. അവന് ഒരാളെ കൽപ്പിച്ചുകൂട്ടി കൊല്ലുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ന്യായമില്ലാതെ കൊല ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നരകമാണ് അവന് പ്രതിഫലമായി ലഭിക്കപ്പെടുന്നത്. വഗളിബല്ലാഹു അലൈഹി, അള്ളാഹുവിന് അവനോട് വലിയ കോപമാണ്. വലഅനഹു, അതുപോലെ തന്നെ അള്ളാഹു അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. വഅദ്ദലഹു അദാബൻ അദീമ, വമ്പിച്ച ശിക്ഷ അവന് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. അത്ര വലിയ ഒരു മഹാപാതകമാണ്, വൻ പാപമാണ് ന്യായമല്ലാതെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത്, വധിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ അതിന് മുമ്പ് പറയുന്നൊരു കാര്യമാണ്, അറിയാതെ ഒരാൾ വധിച്ചുപോയി അല്ലെങ്കിൽ കൊന്നു, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കയ്യബദ്ധം കൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം? അതിനൊരിക്കലും വധശിക്ഷ അല്ല. അതിന് വധശിക്ഷ എന്ന് പറയുന്നതില്ല. വധശിക്ഷ എന്നത് ബോധപൂർവം അറിഞ്ഞുകൊണ്ട് മറ്റൊരാളെ കൊലപ്പെടുത്തുന്നതിന് മാത്രമേ ഇസ്ലാമിക ശരീഅത്തിൽ വധശിക്ഷയുള്ളൂ. പിന്നെ വധശിക്ഷയുള്ളത് അത് കലാപവും കൊള്ളയും ഒക്കെ നടത്തുന്ന ആളുകൾക്ക്, അത് മറ്റൊരു വശമാണ്. സാധാരണ രീതിയിൽ വ്യക്തികൾ തമ്മിൽ നടത്തുന്ന കൊലപാതകത്തിൽ ബോധപൂർവം കൊല്ലണം എന്ന് വിചാരിച്ച് ഒരാളെ കൊല്ലുമ്പോൾ മാത്രമേ അയാൾക്ക് വധശിക്ഷയുള്ളൂ. അറിയാതെ അബദ്ധത്തിൽ ഒരാളുടെ കയ്യബദ്ധം കൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ അതിന് വധശിക്ഷയല്ല, അതിന് വേറെ പരിഹാരങ്ങളാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ഖാന ലി മുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅൻ. ഒരു മുഅ്മിനിന്, വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയെ
അബദ്ധത്തിലല്ലാതെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ഇനി അബദ്ധത്തിൽ ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം ഫതഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ വദിയത്തിൻ മുസല്ലമത്തിൻ ഇലാ അഹ്ലിഹ. രണ്ടു സംഗതിയുണ്ട്. ഒരടിമയെ മോചിപ്പിക്കണം, അതുപോലെ തന്നെ ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് അവൻ ദിയ നൽകുകയും വേണം. ഇല്ല അൻ യസദ്ദഖു, ദിയ നൽകുക എന്നത് അവർ വിട്ടുതരികയാണെങ്കിൽ അവൻ നൽകേണ്ടതില്ല. അവരത് ധർമ്മമായി വിട്ടുതരുന്നില്ലെങ്കിൽ അബദ്ധത്തിൽ കൊന്നതിന്റെ പേരിൽ ഒരാൾക്ക് അവൻ ദിയ നൽകേണ്ടതുണ്ട്. ഫൈൻ കാന മിൻ ഖൗമിൻ അദുവ്വിൻ ലക്കും ഫഹുവ മുഅ്മിനുൻ ഫതഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ. എന്നാൽ ഒരു ശത്രു സൈന്യത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് നിൽക്കുന്ന ഒരാളെ, ശത്രുപക്ഷത്തുള്ള ഒരാളെയാണ് കൊന്നത്, പക്ഷെ അയാൾ ഒരു വിശ്വാസിയായിരുന്നു എന്ന് വിചാരിക്കുക. എന്നാലും അവൻ എന്ത് ചെയ്യണം? അതിന് അവൻ ഒരു അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട്. വൈൻ കാനമിൻ കൗമിൻ ബൈനക്കും വ ബൈനഹും മീസാഖുൻ, എന്നാൽ പരസ്പര ഉടമ്പടിയുള്ള, അപ്പോൾ നമ്മളപ്പോൾ ഓരോ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നതൊക്കെ പരസ്പര ഉടമ്പടിയുള്ള, ഇപ്പൊ ഇന്ത്യ രാജ്യത്തെ എല്ലാ പൗരന്മാരും തമ്മിൽ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അവരൊക്കെ ഈ പരിധിയിലാണ് പെടുന്നത്. എല്ലാ രാജ്യത്തെ പ്രജകളൊക്കെ ഈ പരിധിയിലാണ് പെടുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ, ഏത് നാട്ടിലാണെങ്കിലും അവിടെയാണെങ്കിൽ ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലി, ഒന്ന് ആ കുടുംബത്തിന് അവർക്ക് സമ്മതമായ ഒരു ബ്ലഡ് മണി, ദിയ പണം നൽകേണ്ടതുണ്ട്. അതിന് പുറമെ തഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കേണ്ടതുണ്ട്. ഫമല്ലം യജിദ്, സാധ്യമല്ലെങ്കിൽ ഫസിയാമു ഷഹ്റൈനി മുതതാബിഐനി, അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം അവൻ നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട്. തൗബത്തൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പശ്ചാത്താപമായിക്കൊണ്ട്. വകാന അല്ലാഹു അലീമൻ ഹക്കീമ, അള്ളാഹു കാര്യങ്ങളെപ്പറ്റി അറിയുന്നവനും അതുപോലെ യുക്തിമാനുമാണ്. അപ്പൊ ഇവിടെ ഈ ആയത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇടയിലൊക്കെ ഓരോ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അത് ഏത് മതവിശ്വാസിനെ ആയാലും മുസ്ലിമിനെ ആയാലും അമുസ്ലിമിനെ ആയാലും ആരെയാണെങ്കിലും ശരി, അവരൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നത് പരസ്പരം തമ്മിലുള്ള രാജ്യ നിയമങ്ങളുടെയും കരാറുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അങ്ങനത്തെ സന്ദർഭത്തിൽ അബദ്ധവശാൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നൊരവസ്ഥ ഉണ്ടായാൽ ഒന്നാമതായി ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ദിയ നൽകേണ്ടതുണ്ട്. അവർക്ക് സമ്മതമാകുന്ന ഒരു ദിയ അവർക്ക് നൽകേണ്ടതുണ്ട്. രണ്ടാമത്തെ സംഗതി, അവിടെ അവനൊരു അടിമയെ മോചിപ്പിക്കണം, അതല്ലെങ്കിൽ 2 മാസം അവൻ നോമ്പനുഷ്ഠിക്കണം. ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പല ആളുകളും വാഹനം ഓടിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ അബദ്ധം കൊണ്ട് വാഹനം ഇടിച്ചോ മറ്റോ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുക. കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊല്ലപ്പെട്ട കുടുംബത്തിന് നമ്മൾ ബ്ലഡ് മണി നൽകേണ്ടതുണ്ട്, ദിയ നൽകേണ്ടതുണ്ട്. അതിന് പുറമെ ഈ വാഹനം ഓടിച്ച് ആരാണ് അതിന് ഉത്തരവാദി, അയാൾ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ദിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സംവിധാന പ്രകാരം അത് ഇൻഷുറൻസ് നൽകിക്കൊള്ളും. ഈ കൊല്ലപ്പെട്ട ആളുകൾക്കുള്ള നഷ്ടപരിഹാരം, അതാണ് ദിയ എന്ന് പറയുന്നത്. കൊല്ലപ്പെട്ട ആൾക്കുള്ള നഷ്ടപരിഹാരം അത് നമ്മുടെ നാട്ടിൽ ഇൻഷുറൻസ് അത് നൽകും. അതുകൊണ്ട് ഒരു വാഹനത്തിന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഒരാൾ ഓട്ടുകയാണെങ്കിൽ അയാൾ തന്നെ അതിന്റെ മുഴുവൻ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്. അതല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി തേർഡ് പാർട്ടി ഇൻഷുറൻസ് നൽകൽ നമ്മുടെ നാട്ടിൽ നിർബന്ധമായൊരു സംഗതിയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇൻഷുറൻസ് പണം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മളെ കൊണ്ടുള്ള പിന്നെ അത് ഇൻഷുറൻസ് ചെയ്യാത്തത് കൊണ്ടോ മറ്റോ ഒക്കെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിന് നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ആ നഷ്ടപരിഹാരം എത്രയാണ് നൽകേണ്ടത്? അത് ആ കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളുമായി സംസാരിച്ച് അവർ ചോദിക്കുന്ന, അല്ലെങ്കിൽ അതിലൊരു മധ്യസ്ഥന്മാരെ വെച്ചിട്ട് എത്രയാ കൊടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെ അത് അവർക്ക് നൽകേണ്ടതുണ്ട്. അപ്പൊ നമ്മളൊരു അപകടം ഉണ്ടായാൽ അതിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അവർക്ക് എന്തെങ്കിലും നൽകുക എന്ന് പറയുന്നത് അതൊരു അനാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കരുത്. അതൊക്കെ അവർക്ക് അർഹപ്പെട്ടതാണ്. അത് അവർക്ക് അർഹപ്പെട്ടൊരു കാര്യമാണ്.
ഈ പറഞ്ഞ രീതിയിലുള്ള നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അത് ഇൻഷുറൻസ് കൊടുത്താലും നമ്മൾ കൊടുത്താലും അത് കൊടുക്കൽ നിർബന്ധമാണ്. അതിന് പുറമെ ഈ ഇയാൾ മരിക്കാൻ കാരണക്കാരനായ വ്യക്തി ഉണ്ടല്ലോ, അയാൾ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. 2 മാസം തുടർച്ചയായി അയാൾ നോമ്പനുഷ്ഠിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 92-ാം വചനത്തിലൂടെ പറയുന്നത്. അതാണ് ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിന് സമ്മതമാകുന്ന ഒരു നഷ്ടപരിഹാരം നൽകണം. വ തഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കണം. അടിമയെ മോചിപ്പിക്കാൻ നമ്മുടെ കാട്ടിൽ നമുക്കതിന് സംവിധാനമില്ല. അതുകൊണ്ട് ഫമല്ലം യജിദ്, അതിന് സാധ്യമല്ലാത്ത ആളുകൾ, അടിമയെ കിട്ടാനില്ല, അടിമകളില്ല എന്നൊക്കെ അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഫസിയാമു ഷഹ്റൈനി മുതതാബിഐൻ, തുടർച്ചയായി 2 മാസം അയാൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാഹനം ഓട്ടുന്ന ആളുകൾ പ്രത്യേകിച്ചും. നമ്മളെ കയ്യാൽ ഒരാൾ അബദ്ധത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കേസാക്കിയേക്ക് നമ്മൾ കേസാക്കിക്കോട്ടെ അറിയും. ഏതും തന്നെ ആയാലും ശരി, അത് ദിയക്ക് മാത്രമേ ആകുള്ളൂ. പക്ഷെ അവനവന്റെ പാർട്ടും കൂടി ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുകയും കൂടി അതിന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ആണ് ആ നിയമത്തിലുള്ളത്. അപ്പൊ ഇവിടെയൊന്നും ഇതാണ് അബദ്ധത്തിൽ നമ്മളെ കൊല പറ്റുകയാണെങ്കിൽ, ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അതിലുള്ള നിയമതാണ്. ഇതിലൊന്നും എവിടെയും ഈ അബദ്ധത്തിൽ ഒരാൾ മരണപ്പെടാൻ കാരണമായെങ്കിൽ അയാളെ കൊല്ലാനുള്ള ഒരു നിർദ്ദേശം ഈ ആയത്തിലൊന്നും കാണില്ല. അത് ഇസ്ലാമിൽ അങ്ങനെ നിർദ്ദേശമില്ല. അപ്പൊ ഒന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതി, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് 34 കോടി നമ്മൾ പിരിച്ചുണ്ടാക്കി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് അബദ്ധത്തിൽ അറിയാതൊരു കൈപ്പിഴ കൊണ്ട് അയാളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു തെറ്റിന് ഇസ്ലാം മതത്തിലുള്ള ഒരു നിയമത്തിന്റെ രൂപം എത്ര വലിയ, അയാളെ കൊല്ലാനാണ് കോടതി വിധിച്ചത് എന്നാരും അതിൽ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ കോടതിയും ഇതുമായി ബന്ധപ്പെട്ട ഈ വ്യക്തി അബ്ദുറഹീം എന്ന് പറയുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വ്യക്തിപരമായി ഞാൻ അറിയുന്ന ആളുകളാണ്. എൻ്റെ വിദ്യാർത്ഥികളോ അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോ ആണ് ഇദ്ദേഹത്തിൻ്റെ കേസിൽ പരിഭാഷകരായി പോയിരുന്ന ആളുകളൊക്കെ. അവരുമായൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു സംസാരിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ കോടതിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കോടതിയെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ആ രീതിയിൽ ആ കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടതാണ് ഇത് അബദ്ധത്തിൽ പറ്റിയതല്ല എന്നത്. അബദ്ധത്തിൽ പറ്റിയതല്ല എന്നാണ് തെളിവുകൾ മുഴുവൻ ആ രീതിയിലാണുള്ളത്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണുള്ളത്. അതുപോലെ അതിൻ്റെ മുൻകാലത്തുണ്ടായ ചില അനുഭവങ്ങൾ വെച്ച് നോക്കിയിട്ടും അങ്ങനെ തന്നെയാണുള്ളത്. ഈ പ്രതിയുടെ സമ്മതം, ഒന്നാമത് അദ്ദേഹം സമ്മതിച്ചത്, എല്ലാം അദ്ദേഹം സമ്മതിച്ചതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായൊരു സംഭവമാണ്. അപ്പം നമ്മൾ സൗദി അറേബ്യയിലെ ഇസ്ലാമിക ശരീഅത്ത് കോടതി വെറുതെ അബദ്ധത്തിൽ പറ്റിയ ഒരാളെ വധിക്കാൻ വേണ്ടി ശിക്ഷിച്ചു എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇയാളുടെ ഭാഗത്ത് നിന്ന് അബദ്ധമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അത് അദ്ദേഹത്തിന് അവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ അബദ്ധത്തിൽ കൈ തട്ടിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോടതിയുടെ മുമ്പിൽ ഇയാൾ ബോധപൂർവം അയാളെ, ഈ കുട്ടിയെ കൊലപ്പെടുത്തുക ഉണ്ടായതാണ് എന്നാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് വധശിക്ഷ വിധിച്ചത്. അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വധശിക്ഷ വിധിച്ചത്. അതിന് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റെവിടെയില്ലാത്ത ഒരു ചോയ്സ് ഈ ഇസ്ലാം മതത്തിലുണ്ട്. വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിക്കുക എന്നുള്ള സംഗതികൾ മാത്രമാണ് കോടതിക്കുള്ളൂ. അത് നടപ്പാക്കണോ നടപ്പാക്കണ്ടേന്ന് തീരുമാനിക്കേണ്ട അവകാശം അത് ഇയാളുടെ ബന്ധുക്കൾക്കാണ്, ഇയാളുടെ ബന്ധുക്കളാണ്. അതുകൊണ്ട് ഇയാൾ വധശിക്ഷ വിധിച്ചു, ഇന്ന സമയം വധശിക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതിനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഒരുപാട് കോടതി പലതരം എല്ലാ അർത്ഥത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു അനിയൻ, പ്രായപൂർത്തിയാകാത്തൊരു അനിയൻ ഉണ്ടായിരുന്നു. അവൻ പ്രായപൂർത്തിയായതിനു ശേഷം അയാളെ അവന്റെ മൊഴിയെടുത്തു. എന്ത് ചെയ്യണം കോടതി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വധിക്കണം. വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഇയാളെ വധിക്കണം. ഇയാൾക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റൂല. ഇയാൾ ചെയ്തത് അത്ര വലിയ ഒരു പാതകമാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അവർ
അവരുടേതായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കുന്നത് അതാണ്. അത് തന്നെയാണ്. അത് അവർക്ക് കോടതിയിൽ ശരിക്ക് ബോധിപ്പിക്കാൻ സാധിച്ചു. കോടതിയിലെ ജഡ്ജിനും 3 ജഡ്ജിമെന്റ് നടത്തിയവർക്കൊക്കെ അങ്ങനെയാണ് ബോധ്യമാണ്. സത്യം ഇയാൾ പറയുന്ന ഭാഗത്താകാം, അല്ലെങ്കിൽ എന്തായാലും അത് അയാൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോടതി ഈ രീതിയിൽ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റു പലതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതൊരു കൊലപാതകമാണ്. അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ മലയാളികളായ ആളുകൾക്ക് അറിവില്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ഇയാളെ കയ്യിൽ നിന്ന് അറിയാതെ അബദ്ധത്തിൽ മരിച്ചുപോയ ഒരാളാണ് എന്ന് വിചാരിക്കുക. വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ അയാളത് മറ്റൊരു കഥ മെനഞ്ഞെടുത്ത് ഒരു കൊള്ളക്കാരൊക്കെ കൂടി ആക്രമിച്ച് ഇയാളെ കൊലപ്പെടുത്തി എന്നുള്ളൊരു കഥയൊക്കെ മെനഞ്ഞെടുത്ത് അതിനൊരു നാടകം കളിക്കലൊക്കെ ഉണ്ടായി. അതൊക്കെ കോടതിക്ക് എത്തിയപ്പോൾ, കോടതിയുടെ മുമ്പിലെത്തിയപ്പോൾ അതൊക്കെ ഇയാൾക്ക് എതിരിൽ തെളിവായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ വധശിക്ഷ വിധിച്ചത്. വധശിക്ഷ വിധിച്ചപ്പോൾ ഇവർക്കിപ്പോൾ ഈ ഉമ്മയുടെ കരച്ചിൽ നമ്മൾ വളരെ വലിയ ഇത്രയധികം 34 കോടി ആളുകൾ പിരിച്ചെടുക്കാൻ ആ ഉമ്മയുടെ കരച്ചിലാണ് പ്രധാനമായി. സോഷ്യൽ മീഡിയയിലൂടെ ആ സ്ത്രീ, ഒരു പ്രായമായ വളരെ സാധുവായ നല്ലൊരു സ്ത്രീ, ആ സ്ത്രീയുടെ നിഷ്കളങ്കമായ ആഗ്രഹവും കരയലും അതൊക്കെ കൂടി കണ്ടിട്ടാണ് നമ്മളെല്ലാവരും അതിൽ ഭാഗമാക്കിയത്. ഇതുപോലൊരു മറുഭാഗത്തൊരു ഉമ്മല്ലേ, ആ ഉമ്മയുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കണമല്ലോ. എന്തുകൊണ്ട് ഇത്ര ക്രൂരന്മാരാണ് അവർ? 34 കോടി ചോദിക്കാൻ മാത്രം. അവർക്ക് അവരുടെ മകൻ അത്ര പ്രിയപ്പെട്ട ഒരു മകനായിരുന്നു. അത് മനസ്സിലാക്കണം. ഒരു അപകടത്തിൽ ഈ മകന്, അനസ് എന്ന് പറയുന്ന മകന് ഒരു അപകടം പറ്റിയതാണ്. ആ അപകടത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ ആ മകന് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ വാഹനം, ആ വാഹനത്തിനൊരു ഡ്രൈവർ, അങ്ങനെ ഇവന്റെ ആവശ്യങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ നിൽക്കണം. അവരെ കുടുംബത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി, വളരെ സഹതാപത്തോടു കൂടി പോറ്റി വളർത്തി കൊണ്ടുവരുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അയാൾ മരിച്ചതാകാം, എന്തായാലും അയാൾ കൊല്ലപ്പെട്ടു എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. അതങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് നടന്ന ഒരു കൊലപാതകത്തെ പറ്റിയൊക്കെ പഴമക്കാർ പറയണത് കേട്ടിട്ടുണ്ട്. കൊലപാതകം നടത്തപ്പോ ഈ കൊല്ലപ്പെട്ട വ്യക്തി, ഈ രണ്ടാമത്തെ കൊന്ന വ്യക്തിക്ക് വധശിക്ഷ വിധിച്ചപ്പോ ഈ വ്യക്തിയുടെ ഉമ്മ പറഞ്ഞു അത്രേ, അയാളുടെ തൂക്കം സ്വർണം ഞാൻ തരാം, അയാളെ തൂക്കം സ്വർണം ഞാൻ തരാം, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ആ രീതിയിൽ ആ കേസൊന്ന് വഴി മാറ്റണം എന്ന് പറഞ്ഞു. അത്രയൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ അവർ സമ്മതിച്ചില്ല. അയാളെ തൂക്കത്തിന് സ്വർണം കിട്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. വേണ്ട, അയാളെ കൊല്ലണം എന്നാ പറഞ്ഞു. സൗദി അറേബ്യയിലെ സൗദി രാജകുമാരന് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് അയാളുടെ തല അവിടെ പരസ്യമായി അവിടുത്തെ പള്ളിമുറ്റത്ത് വെച്ച് തലവെട്ടി. അത് രാജകുമാരനാണ്, അവിടുത്തെ പ്രിൻസാണ്. അയാളെ തല വെട്ടിയപ്പോൾ ആ പ്രിൻസിന്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാവരും, എന്താ നിങ്ങൾക്ക് വേണ്ടത്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാം, നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിട്ട് അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് യാതൊന്നും വേണ്ട, ഞങ്ങളെ ആൾ കൊല്ലപ്പെട്ടതിന് പകരം ഇയാൾ കൊല്ലപ്പെടല്ലാതെ വേറെ രണ്ടാമതൊന്ന് ഞങ്ങൾക്ക് പറയാനില്ല എന്ന് പറഞ്ഞു. കോടതിക്ക് അത് ഭരിക്കുന്ന രാജാവിന്റെ ബന്ധുവാണെന്ന് നോക്കാനൊന്നും നിവൃത്തിയില്ല. രാജാവിന്റെ പെങ്ങളെ മകനാണ് എന്നൊന്നും നോക്കാൻ അവിടെ യാതൊരു നിവൃത്തിയില്ല. അയാളെ പരസ്യമായി മറ്റുള്ള ആളുകളെയൊക്കെ തല വെട്ടുന്നത് പോലെ അവിടെ റിയാദിലെ പള്ളി മുറ്റത്ത് വെച്ച് അയാളെ തലവെട്ടി. അങ്ങനെയാണ് സംഭവം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ആഘാതം അത് എത്ര വലുതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ഇവിടെ നമ്മുടെ നാട്ടിൽ റിപ്പർ എന്ന് പറഞ്ഞ ഒരു കൊലയാളി ഉണ്ടായിരുന്നു. ആ റിപ്പർക്ക് അയാൾ ജയിലിലായി, അയാൾക്ക് വധശിക്ഷ നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ വധശിക്ഷ നൽകി. അങ്ങനെ അവസാനം ദയാഹർജി നൽകിയപ്പോൾ ആ ദയാഹർജി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകന്മാരും വലിയ വലിയ നേതാക്കന്മാരൊക്കെ ആ ദയാഹർജി സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഈ കൊല്ലപ്പെട്ട റിപ്പർ തലക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് കൊന്ന ആളുടെ ആ ബന്ധുക്കളൊക്കെ പറഞ്ഞു, ഇവരെയൊന്നും ആരും മരിച്ചതല്ലല്ലോ, അയാൾക്ക് മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ ഓർക്കെന്താ നഷ്ടമുള്ളത്?
അവർക്ക് പത്രത്തിൽ ഇതാണ് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങളെ വേണ്ടപ്പെട്ടവരല്ലേ മരിച്ചുപോയത്, അതുകൊണ്ട് അയാളെ കൊല്ലണം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം പ്രസിഡന്റ് മാപ്പ് കൊടുത്താൽ അത് മാപ്പായി പോകും, കൊല നടക്കൂല. എന്നാൽ ഇസ്ലാമിൽ ഇതിന്റെ അധികാരം പ്രസിഡന്റിനോ രാജാവിനോ പ്രധാനമന്ത്രിക്കോ ആർക്കുമില്ല. മാപ്പ് കൊടുക്കാനുള്ള അധികാരം കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾക്ക് മാത്രമേ ഉള്ളൂ. കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ, അങ്ങനെ എത്രയോ സംഭവം കൊല്ലപ്പെടുന്ന ഈ തലവെട്ടാനിരിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച്, തലവെട്ടാൻ ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ വെച്ച് നിരത്തി ഇരുത്തിയിട്ടാണ് തലവെട്ടുക. റിയാദിലൊക്കെ തലവെട്ടുന്ന കണ്ട ആളുകളുണ്ടാവും. ആ തലവെട്ടാൻ വാളോങ്ങുമ്പോൾ കൂട്ടത്തിലിരിക്കുന്ന ആള് ഞാൻ മാപ്പ് കൊടുത്തിരിക്കണമെന്ന് വിളിച്ചു പറയുകയും അങ്ങനെ അയാള് അവിടുന്ന് അങ്ങനെ അയാളെ അവിടുന്ന് അങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇയാൾ വിചാരിച്ചത് ഇതിന്റെ വലിയ ആഘാതം ഇയാൾക്ക് മനസ്സിലാകണം. അവസാനം മാപ്പ് കൊടുത്തു. അങ്ങനെ മാപ്പ് കൊടുക്കുമ്പോൾ ഈ കുടുംബത്തിലെ അംഗങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ റിയാദ് ഇതിൽ സാക്ഷികളായ ധാരാളം മലയാളികൾ തന്നെ ഉണ്ടാവും. അതാണ് ഈ മാപ്പ് കൊടുക്കാനുള്ള അവകാശം, അത് ബന്ധുക്കൾക്ക് കൊടുക്കണം, ഈ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ. അപ്പോഴേ അതൊരു മാപ്പായി മാറുള്ളൂ. അതല്ലാതെ ഗവർണറോ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ മാപ്പ് കൊടുത്താൽ ആ കനലുണ്ടല്ലോ, മനുഷ്യന്റെ മനസ്സിലുള്ള ആ പ്രതികാരത്തിന്റെയും ഒക്കെ ആ തീക്കനൽ അണയില്ല. നേരെ മറിച്ച് ബന്ധുക്കൾ മാപ്പ് കൊടുത്താലോ അവരോട് എന്നും കാലാകാലവും ആ ബന്ധുക്കളോട് ഈ കൊലയാളിയായ മനുഷ്യന് വിധേയത്വവും അവരോട് എന്തെന്നില്ലാത്ത സ്നേഹവും എല്ലാം ഉണ്ടാകും. അപ്പം അതാണ് പരിശുദ്ധ ഇസ്ലാമിലെ നിയമം. അതാണ്. പിന്നെ ഇവിടെയുള്ള വലിയൊരു പ്രശ്നം, ഇത്രയും ഭീമമായൊരു സംഖ്യ ഇതിന് ചോദിക്കണ എന്ത് ന്യായമുള്ളത് എന്നാണ്. ഇസ്ലാമിൽ കോടതി വിധിക്കുകയാണെങ്കിൽ 100 ഒട്ടകെ വിധിക്കാൻ പാടുള്ളൂ. ബ്ലഡ് മണി എന്ന് പറഞ്ഞത് കോടതി വിധിക്കുകയാണെങ്കിൽ 100 ഒട്ടകം വിധിച്ചിട്ട് അത് ഇവർക്ക് തൃപ്തിയാണെങ്കിൽ അവർക്കത് എടുക്കാം. പിന്നെ കക്ഷികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ പിന്നെ ഒരു സംസാരിച്ചുണ്ടാകാം. ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് 3 കോടി റിയാലായി. 3 കോടി റിയാലായി ഈ കുടുംബം ആവശ്യം. അവർക്ക് ഈ കൊല്ലപ്പെട്ട വ്യക്തി അത്രമാത്രം വിലപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ബ്ലഡ് മണി തരികയാണെങ്കിൽ 3 കോടി റിയാൽ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അയാളുടെ അവസ്ഥയും കുടുംബവും ഇതൊക്കെ നാട്ടുകാർ പിരിച്ചു തരേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ 1.5 കോടി 15 മില്യൺ റിയാലിന് അവർ കോംപ്രമൈസ് ചെയ്തെത്തിയതാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും അവനവന്റെ കൊല്ലപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മരിച്ചുപോയ വ്യക്തികളെ സംബന്ധിച്ചുണ്ടാകുന്ന വലിയ അവരുടെ മനസ്സിൽ അതിന് നൽകുന്ന വില, അതാണ് അവരെ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം തൂക്കത്തിനനുസരിച്ച് സ്വർണം തരാമെന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ പോയ മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട്. അവർക്ക് അതിനേക്കാണ് വലുത് ഇയാളിത് ശിക്ഷ അനുഭവിക്കുന്ന വേണമെന്നുള്ളതാണ്. ആ ഒരു നിലപാടിലായിരുന്നു ഈ കുടുംബം. പിന്നെ നമ്മളുടെ പല സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഇടപെടൽ നിരന്തരമായ വർഷങ്ങൾ നീണ്ടു നിന്ന ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ സഹോദരൻ ഇത്ര കിട്ടിയെങ്കിലും ഈ 34 കോടി കൊടുത്തിട്ടാണെങ്കിലും ഇയാളെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ. അത് ഇസ്ലാമിലെ ഈ നിയമം കൊണ്ടാണല്ലോ. അതല്ലെങ്കിൽ ഇയാളെ ജീവൻ രക്ഷപ്പെടുത്താൻ എന്താ വഴിയുള്ളത്? കോടതി വധശിക്ഷ വിധിച്ചാൽ വധിക്കപ്പെടും. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി അവിടെ ഇസ്ലാം മതം നിശ്ചയിച്ചത് കൊണ്ടാണ് ഇയാൾ നമ്മളുടെ മുന്നിലേക്ക്, ഇയാൾ ജീവനോടെ നമ്മുടെ ഇടയിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇതിലെ മാനവികതയിലെയും ഇതിലെ മറ്റ് കാരുണ്യത്തിൻ്റെയും വശമാണ്. ഈ കാരുണ്യം, ഈ മാനവികമായ വശമില്ലായിരുന്നെങ്കിൽ ഇയാൾ എന്നോ വധശിക്ഷയ്ക്ക് വിധേയനായി മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം മരിക്കാതെ അയാളുടെ വീട്ടിലേക്ക്, ഉമ്മയുടെയും മക്കളുടെയും അടുക്കലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ, അതിന് നമ്മളൊരുപാട് പണം കൊടുത്തത് വേറെ പ്രശ്നം. പണം കൊടുത്തെങ്കിലും അയാൾക്ക് തിരിച്ചു വരാനൊരവസരം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ നിയമം, ഇസ്ലാമിലെ ഈ നിയമത്തിന്റെ മാനുഷിക തലം കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് വിമർശകരായ ആളുകൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഒരിക്കലും, ഇതൊക്കെ പടച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച നിയമങ്ങളാണ്. അതിന്റെ മാനവികതയെ ചോദ്യം ചെയ്യാൻ ഇവിടെ അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലാത്ത മനുഷ്യന് യാതൊരു അവകാശമില്ല, അവന് കഴിയില്ല. ഈ ഓരോരുത്തരുടെയും മനസ്സും ആ മനസ്സിൽ കത്തുന്ന കനലിന്റെ വേദനയൊക്കെ അറിയാം. അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ.
ഒരു അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ പോറ്റുന്ന മാതാപിതാക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, അവരുടെ മനസ്സിൽ ആ കുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. അത് പടച്ചോൻ അവരുടെ മനസ്സിൽ ആ കുട്ടികളോട് കൊടുക്കുന്ന ഒരു പ്രത്യേക കാരുണ്യമുണ്ട്. ആ കാരുണ്യം കൊണ്ടാണ് ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും രോഗം ഉണ്ടാകുക എന്നുള്ളതായിരിക്കും ഈ മനുഷ്യന്മാരെ പറ്റി ഏറ്റവും വലിയ ആഘാതം അവർക്ക് ഉണ്ടാകുക. അപ്പൊ അങ്ങനത്തെ ഒരു ഉമ്മയും വാപ്പയും പോറ്റി വളർത്തിയ ഒരു കുട്ടി ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് അവർ മനസ്സിലാക്കിയത്. അയാളുടെ ഇദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് വക്കീൽ പറഞ്ഞു അത്രേ, ഇത് അബദ്ധത്തിൽ ഇയാൾ ഈ ഇപ്പൊ അദ്ദേഹം നമ്മളെ ഇടയിലൊക്കെ പറയുന്ന സംഗതി ഉണ്ടോ, ഇതാണ് വസ്തുത എന്ന് നേരത്തെ അയാൾ പറഞ്ഞിരുന്നെങ്കിൽ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴോ മാപ്പ് കൊടുത്തവരത് വെറുതെ വിടുമായിരുന്നു. പക്ഷേ അത് ഒരിക്കലും ഇയാൾ പറയുന്നത് ശരിയല്ല, അത് കളവാണ് എന്ന് ബോധ്യമാകുന്ന തെളിവുകൾ അവരുടെ മുമ്പിൽ വന്നപ്പോഴാണ് അവരതിലൊരു വിട്ടുവീഴ്ചയില്ലാതിരുന്നത്. അപ്പോൾ അത്തരം വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പരിശുദ്ധ ഇസ്ലാമിലെ നിയമങ്ങൾ ഒരു കാരണവശാലും അത് മാനവികം തന്നെയാണ്. അതൊരിക്കലും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ മനുഷ്യനെ ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലപ്പെടുത്താനോ മനുഷ്യനെ അപായപ്പെടുത്താനോ ഉള്ളതല്ല എന്ന ദൃഢബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകൾ ആര് വിമർശിക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ ശരിവശം അവർക്ക് മുമ്പിൽ പറഞ്ഞ് നിൽക്കാനും അതിൽ അഭിമാനം കൊള്ളാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ പലപ്പോഴും ഉണർത്തിയതുപോലെ നമ്മളൊരു തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പിലേക്കുമൊക്കെ നീങ്ങുക. ആരും തങ്ങളുടെ വോട്ടവകാശം അത് നഷ്ടപ്പെടുത്തരുത്. വളരെ സുപ്രധാനമായ ഒരു സന്ദർഭമാണ്. എല്ലാവർക്കും അറിയാം, നമുക്കൊക്കെ ബോധ്യമുണ്ട്, ഈ പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും വോട്ടുള്ള എല്ലാവരും വോട്ട് ചെയ്യേണ്ടതുണ്ട്. എത്രയും വോട്ട് നമ്മൾ നൽകുന്നത് അതിൻ്റെ എണ്ണം എത്ര വർദ്ധിക്കുന്നോ അത്രയും അത് ഗുണം ചെയ്യുന്നൊരു സംഗതിയാണ്. എന്തായാലും ഒരുപോലെ തന്നെയല്ലേ നമ്മൾ വിചാരിക്കരുത്. എങ്ങനെയായാലും ശരി, വോട്ട് ഈ ഫാസിസത്തിനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. നാട്ടിലില്ലാത്ത മക്കൾ വോട്ടുള്ളവരോടുണ്ടെങ്കിൽ അവരെ വിളിച്ച് കൊണ്ടുവന്ന് വോട്ട് എവിടെയുള്ള ചെയ്യിക്കണം. മക്കൾ നാട്ടിലുള്ളവർക്ക് അവരുടെ നാട്ടിൽ വോട്ടുണ്ടെങ്കിൽ ഒരു പോകാൻ മടി ഒന്നുമില്ലാതെ അവരെ വണ്ടിയും ഒക്കെ എടുത്ത് അവരെ നാട്ടിലേക്ക് മക്കളെയും മരുമക്കളെയൊക്കെ പറഞ്ഞയച്ച് നിങ്ങൾ വോട്ട് ചെയ്യിക്കണം. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് നേരത്തെ പരിചയമില്ലാത്ത ഒരു സംഗതിയാണ്. ഇവിടെയും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് തന്നെയായിരിക്കും. വെള്ളിയാഴ്ച വോട്ടെടുപ്പിന് വേണ്ടി പ്രത്യേകമായൊരു സംവിധാനമൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല എന്നാണ് നമ്മൾ കൂടിയാലോചിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മളുടെ ജുമാ, അടുത്ത ആഴ്ച ജുമാ വളരെ ലഘുവായിരിക്കും. വളരെ സമയം കുറച്ച് കുറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. വളരെയധികം പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരത്തെ നമ്മൾ റസൂലുള്ളാഹി പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ